നമുക്ക് പാലക്കാടേക്ക് പോവുകയാണ്. അവിടെ മേഘ്ന മുരളി ചേരുന്നുണ്ട്. മേഘ്ന, പാലക്കാട് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ? നമുക്കറിയാം പാലക്കാട് ചൂട് കൂടുതലുള്ളൊരു ഒരു ജില്ല കൂടിയാണ്. നിലവിൽ എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്? നീണ്ട ക്യൂ ആണോ? വിശദാംശങ്ങൾ. മണ്ഡലങ്ങളിൽ രാവിലെ തന്നെ വലിയ തിരക്ക് കാണാനുണ്ട്. അതായത് രാവിലെ 7 മണിക്ക് പോളിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ വലിയ നീണ്ട ക്യൂ എല്ലാ പോളിംഗ് ബൂത്തിന്റെ മുന്നിലും കാണാനുള്ള ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ്, അതായത് പാലക്കാടും ആലത്തൂരും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു ഉഷ്ണതരംഗമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ കാലാവസ്ഥാ നിരീക്ഷകരടക്കം വലിയ ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ജനങ്ങൾക്കെല്ലാം ഉള്ളത്. അതായത് ഒരു 10 മണി, ഒരു 11 മണി ആവുന്നതോടുകൂടി വലിയ കനത്ത ചൂടുണ്ടാകും. അത് വലിയ ബുദ്ധിമുട്ട്, ജനങ്ങൾക്ക് ക്യൂവിൽ നിൽക്കാനും മറ്റും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ജനങ്ങളെല്ലാം പറയുന്നത്. അതിൽ പാലക്കാട് ജില്ലയിൽ 20.05% വോട്ടിംഗ് റേറ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല ആലത്തൂർ മണ്ഡലത്തിലും 18.96% ആയിട്ടുണ്ട്. നല്ല വോട്ടിംഗ് ശതമാനമാണ് ഈ പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പാലക്കാട് മണ്ഡലത്തിലെ ഒറ്റപ്പാലം വോട്ട് ചെയ്യാനെത്തിയ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ്. വോട്ട് ചെയ്യാൻ കുറച്ചു നേരം ക്യൂവിൽ നിന്ന് ശേഷം വോട്ട് ചെയ്തതിനു ശേഷം മടങ്ങുന്നതിനിടയിലാണ് ഈ ഗൃഹനാഥൻ മരിക്കുന്നത്. 68 വയസ്സുള്ള ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സാഹചര്യം കൂടി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അടക്കം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വലിയ രീതിയിൽ, അതായത് കുടിവെള്ളം അടക്കം ലഭ്യമാക്കിക്കൊണ്ട് ഈ പാലക്കാട് അടക്കമുള്ള വലിയ ഉഷ്ണതരംഗം, വലിയ ചൂട്, അതിനെ മറികടക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ എല്ലാ ബൂത്തിലും ഒരുക്കുന്നുണ്ട്. അങ്ങനെ പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് അല്ലെങ്കിൽ പോളിംഗ് ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല സ്ഥാനാർത്ഥികളെല്ലാം പാലക്കാട് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VK ശ്രീകണ്ഠൻ, LDF സ്ഥാനാർത്ഥി വിജയരാഘവൻ അടക്കം NDF സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസും മന്ത്രി K രാധാകൃഷ്ണനും T സരസുവും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഇതിൽ K രാധാകൃഷ്ണൻ നേരത്തെ EP ജയരാജന്റെ പ്രസ്താവനയിലടക്കം മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ ചോദിച്ചെങ്കിലും മന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല എല്ലാ സ്ഥാനാർത്ഥികളും വലിയ തരത്തിലുള്ള ഒരു വിജയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. രമ്യ ഹരിദാസ് എല്ലാവരും കൈപ്പറ്റിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ആഹ്വാനം നൽകുന്നു. സരസു വലിയ വിജയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അങ്ങനെ ഒറ്റപ്പാലം, പാലക്കാട് മണ്ഡലങ്ങളിലെല്ലാം ഈ ഒരു വോട്ടെടുപ്പ് ദ്രുതഗതിയിൽ തന്നെ നടക്കുകയാണ്. പോളിംഗ് ശതമാനം അത്രയധികം ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം തിരക്ക് കുറവായിരിക്കും. കാരണം പാലക്കാടിന്റെ ഒരു കാലാവസ്ഥ അനുസരിച്ച്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്ത് മടങ്ങാനുള്ള ഒരു സാധ്യതയാണ്. ഭദ്ര.